നല്ലൊരു എഗ് ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാനൊരു 6 എഗ്ഗ് പുഴുങ്ങി തോടൊക്കെ കളഞ്ഞ് ഇതുപോലെ 4 സൈഡും വരഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/4 ടീസ്പൂൺ ടെർമറിക് പൗഡറും കുറച്ച് ഉപ്പും ചേർത്ത് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുത്താൽ മതി. ഇനി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ജസ്റ്റ് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു 5 മിനിറ്റ് കൊണ്ട് അത് റെഡിയായി കിട്ടും. എന്നിട്ട് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഞാനിവിടെ 3 കപ്പ് ബസ്മതി റൈസ് നന്നായി കഴുകി 30 മിനിറ്റ് വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. ശേഷം ചോറ് വെക്കാനുള്ള പാത്രത്തിലേക്ക് ഒരു 3 ലിറ്ററോളം വെള്ളം തിളപ്പിക്കാൻ വെച്ച് അതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/2 ടീസ്പൂൺ കുരുമുളക്, 4 ഏലക്ക, 5 ഗ്രാമ്പു, 2-3 പീസ് പട്ട, പിന്നെ ഒരു ഹാഫ് ലെമണിൻ്റെ ജ്യൂസും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൂടെ 1 ടേബിൾ സ്പൂൺ ഓയിലും ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കാം. നേരത്തെ നമ്മൾ വെള്ളത്തിൽ കുതിരാൻ വെച്ച അരി ഒന്ന് നന്നായിട്ട് ഡ്രെയിൻ ചെയ്തെടുക്കണം. ശേഷം ഈ വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ചേർത്ത് ഇതുപോലെ ഒന്ന് ഇളക്കി മൂടി വെച്ച് വേവിച്ചെടുക്കാം. അരി ചേർത്തൊന്ന് തിളച്ച് വരുമ്പം തന്നെ ലോ ഫ്ലെയിമിലാക്കിയിട്ടൊന്ന് മൂടി വെക്കാം. ഒരു 75% മാത്രം ചോറ് വെന്താൽ മതി. അതിനുശേഷം ഊറ്റിയെടുക്കാം. ഇനി നമുക്ക് മസാല ഉണ്ടാക്കിയെടുക്കാം. ഒരു പാനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർക്കുക. ഇതിലേക്ക് ഞാനിവിടെ 3 വലിയ സവോളയാണ് കട്ട് ചെയ്ത് ചേർത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ബിരിയാണി റൈസ് ഇവിടെ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. വല്ലാതെ വെന്ത് പോകരുത്, ദമ്മിടുമ്പം ഒന്നുകൂടി വേവാനുള്ളതാണ്. ഇനി നമുക്ക് ഈ വെള്ളം വാർക്കാൻ വേണ്ടി ഒന്ന് സ്ട്രെയിനറിൽ ഇട്ട് കൊടുക്കാം. അപ്പോഴേക്കും നമ്മളെ ഉള്ളി ഇവിടെ നന്നായിട്ട് ഗോൾഡൻ കളറായി കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് ഒരു വലിയ സ്പൂണ് മാറ്റി വെക്കാം. അത് ദമ്മിട്ട ശേഷം നമുക്ക് മേലേക്ക് ഇട്ട് കൊടുക്കാനാണ്. ഇതിലേക്ക് 2-3 ഗ്രാമ്പു, 1 പീസ് പട്ട, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്തതും കൂടെ ഇട്ട് നന്നായിട്ട് അതും കൂടി ഒന്ന് വഴറ്റിയെടുക്കുക. ശേഷം ഞാൻ 2 വലിയ തക്കാളി മിക്സിയിലിട്ടൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്ത ശേഷം അതും കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതിലേക്കൊരു ഭംഗിക്ക് വേണ്ടി ഞാൻ ഒരു ചെറിയ പീസ് ക്യാരറ്റും കൂടെ ചോപ്പ് ചെയ്തിട്ടിട്ടുണ്ട്. ചോറ് വേവുമ്പോൾ അതിലേക്ക് ഇട്ടാലും മതി. ഇനി ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇത്രയും ചേർത്ത് എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കുക. പൊടികളൊക്കെ ചേർക്കുമ്പോൾ ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. ശേഷം പൊടികളുടെ ഒരു പച്ചമണമൊക്കെ മാറുന്നത് വരെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് ഒന്നും കൂടി ഇതുപോലെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പും മല്ലിയിലയും പുതിനയിലയും കൂടെ കുറച്ച് ചേർത്ത് കൊടുക്കണം. അതിന് ശേഷം അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് വെള്ളം കൂടെ ചേർത്ത് അതും കൂടെ എല്ലാം ഒന്ന് നന്നായിട്ട് വഴറ്റണം. ഇനി നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച എഗ്ഗ് ചേർത്ത് ചെറുതായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അതിൻ്റെ മേലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ചോറ് മുഴുവനായിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇനി 2-3 ടേബിൾ സ്പൂൺ പാലിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയത് ഇതിൻ്റെ മേലേക്ക് ജസ്റ്റ് ഒരു ബിരിയാണിക്ക് കളർ കൊടുക്കാൻ വേണ്ടി ഒഴിച്ചു കൊടുക്കുക. മേലെ തന്നെ നമ്മൾ നേരത്തെ വഴറ്റി മാറ്റി വെച്ച റോസ്റ്റ് ചെയ്ത ഉള്ളിയും 2 ടേബിൾ സ്പൂൺ ഗീയും ആവശ്യത്തിന് മല്ലിയില, പുതിനയില, പിന്നെ റോസ്റ്റ് ചെയ്ത കാഷ്യൂനട്ട്, കിസ്മിസ് ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടെ ഞാൻ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു 10-15 മിനിറ്റ് നേരം ഇതുപോലെ ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. 10 മിനിറ്റിന് ശേഷം തീ ഓഫ് ചെയ്യുക. പിന്നീട് 1 മണിക്കൂർ നേരം അനക്കാതെ അതേപോലെ തന്നെ വെക്കണം. അതിന് ശേഷം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എഗ് ബിരിയാണി റെഡി ആയിട്ടുണ്ടാവും. എല്ലാം കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ അടിപൊളി ദം ബിരിയാണിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.